കർത്താവേ, അവിടുത്തെ പൈതങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളെ നല്ല വഴിക്ക് നടത്തിക്കണമേ. ഞങ്ങൾ തുടങ്ങുന്ന ഈ പുതിയ സംരംഭത്തെ കണ്ണേറുകാരന്മാർ, അസൂയാലുക്കൾ, ശത്രുക്കൾ, ചൊറിയന്മാർ ഇവരിൽ നിന്നെല്ലാം സംരക്ഷിക്കണമേ. ഇതറിയാതെ, ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് പാരപണിയുന്ന സകലരെയും തലയിൽ ഇടുത്തി വീഴണേ. അവരെ പാണ്ടിലോറി ഇടിക്കണമേ. ഒരു കാരണവശാലും ഇവന്മാർക്ക് സ്വർഗീയ വാതിൽ തുറന്നു കൊടുക്കരുതേ കർത്താവേ. ആമേൻ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രാർത്ഥന? ഓ, താങ്ക് യു. നീ ഇതെന്തോന്നാ കാണിച്ചത്? എടാ, ഇന്നൊരു സ്ഥാപനം തുടങ്ങണം, നല്ല ദിവസമല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ലത് വരണമെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാവി തള്ളയാണോ വേണ്ടത്? ജോമി, നീ ഇവിടെ നിന്ന് ഇറങ്ങി ആ ജംഗ്ഷൻ വരെ നടന്നു നോക്ക്. ഇടയിൽ ഒരു 5 മീഡിയ കമ്പനി കാണും. എടാ, ലക്ഷങ്ങൾ തന്നെ നമ്മളിവിടെ മുടക്കിയിട്ടേക്കണേ. യുവമാർക്ക് എല്ലാം നല്ലത് പറയണമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രം മഹാമനസ്കതയൊന്നും എനിക്കില്ല. എല്ലാം പപ്പട പൊടിയും പോലെ പൊടിഞ്ഞു പോകും. നിങ്ങളിങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞു നിൽക്കാണ്ട് കാര്യത്തിലേക്ക് ഇറങ്ങാൻ നോക്ക്. അതെ, വേഗം കട്ട് ചെയ്ത് കയറിയിട്ട് ജോലി ചെയ്യാൻ തൃപ്തിയായി. മോളെ രേഷ്മേ, നീ ഇത്രയും ആത്മാർത്ഥത നമ്മളടുത്ത് കാണിക്കല്ലേ. നിന്റെ ആത്മാർത്ഥത കൂടുതൽ കൊണ്ടാണ് കഴിഞ്ഞ കമ്പനി പൂട്ടിപ്പോയത്. അതെ, ഒരുവിധം പപ്പട മമ്മയുടെ കാല് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഒരു വെഡിങ് കമ്പനി കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയത്. അവിടെ വരുന്ന സകലരും നിനക്ക് മെസ്സേജ് അയച്ച് കുത്തോളം എടുത്തിട്ടാണ് ഞങ്ങൾ അത് കൂട്ടിയത്. അതിന് അവന്മാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? നിനക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാമായിരുന്നു. അയ്യോ, നീ ചെയ്തത് തെറ്റ്. അതെ, നിങ്ങൾ രണ്ടുപേരും പോലെ ക്രൂരമായ മനസ്സിനുടമയല്ല ഞാൻ. ഇങ്ങനെ ആരെങ്കിലും സങ്കടം പറയുമ്പോ കേൾക്കണം എന്നാണ് പണ്ട് തൊട്ടേ എന്നെ എല്ലാരും പഠിപ്പിച്ചിട്ടുണ്ട്. ജോമി, നീ ഉറപ്പിച്ചോ നമ്മൾ പച്ച പിടിക്കാൻ പോണില്ല. അയ്യോ, ഇന്ന് നല്ല ദിവസമായിട്ട് നിനക്ക് നല്ലത് പറഞ്ഞുകൂടാ. നിങ്ങളിങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞേക്കാതൊന്ന് കട്ടി. എന്നാ പിന്നെ വാ. അത്രമേൽ പ്രിയപ്പെട്ട ഇവിടെ കൂടി നിൽക്കുന്നവരെ, ഞാനും എൻ്റെ കസിൻ ശ്രീ ടോമി അവർകളും ചേർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ആരംഭിക്കുന്ന 8ാമത്തെ കമ്പനിയാണിത്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിപ്പിക്കണം. അല്ലെങ്കിൽ ഞാനും എൻ്റെ കസിൻ ടോമിയും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ സംജാതമാകും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ എല്ലാവരും ആഞ്ഞ് പണിയെടുക്കണം. ഇതൊരു അപേക്ഷയാണ്. ഈ ഉദ്ഘാടന ദിവസമായിട്ട് കുറച്ച് ആൾക്കാരും കൂടെ വിളിക്കായിരുന്നു. അപ്പൊ നമ്മൾ 4 പേര് മാത്രമായി. ഹലോ മീനു, ഈ സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ വേണ്ടി എത്ര ലക്ഷം രൂപ പൊട്ടിന്ന് വല്ല പിടുത്തോണ്ടോ? ഇതിനെ തന്നെ ഞാനും അവനും കൂടെ ഞങ്ങളെ പപ്പമാരുടെ കാലിൽ കിടന്ന് എഴഞ്ഞില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഭയങ്കര വിലയുണ്ട്. ഒറ്റ തെണ്ടികൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മനസ്സിലായോ? അവരെല്ലാരും കൂടെ കെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിലവൊക്കെ ആര് നോക്കും? മീനുവിന്റെ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് പോകാം. എത്ര വയസ്സായി സിലി ഗേൾസ്? എക്സ്ക്യൂസ് മീ, സൈഡ് സീറ്റ് ഒന്ന് തരാമോ? ഇല്ല, ബസ്സിൽ നീയായിരുന്നു സൈഡ് സീറ്റ്. തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരടാ. ആക്ച്വലി നമുക്ക് 4 പേർക്ക് സംസാരിക്കാൻ ഇത്രയും വലിയൊരു റൂമിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ പുറത്തെങ്ങാനും വെച്ച് സംസാരിച്ചാൽ മതി. അതെന്താ ഇവിടെ ഇരുന്ന് സംസാരിച്ച ഭവതിയുടെ വാഴ എക്സ്ട്രാ മുത്തുവല്ലോ പൊഴിയും? അതാ കയ്യിലെ വള ഊരി പോകൂ. വള ഇതുവരെ ഊരി പോയിട്ടില്ല. പക്ഷെ ഈ കമ്പനി എങ്ങാനും പൂട്ടിയ അടുത്ത കമ്പനി തുടങ്ങാൻ വേണ്ടി നിങ്ങൾ രണ്ടും കൂടെ എന്റെ വള ഊരി വാങ്ങുമോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കമ്പനി തുടങ്ങുമ്പോൾ ഇതുപോലുള്ള നെഗറ്റീവ് ടീംസിനെ എടുക്കരുത്. അതെ, അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി 4 ഇറങ്ങി പോട്ട് നിങ്ങൾ രണ്ടുപേരും തുറന്ന നെഗറ്റീവ് പറയുന്നുണ്ട്. ഞങ്ങൾ 2 പേരും നിങ്ങളുടെ മുതലാളിമാരാണ്. ആ മര്യാദയെങ്കിലും ഒന്ന് കാണിക്കണേ. അത് തരണമെന്ന് തോന്നുമ്പോ ഞങ്ങൾ തന്നോളാം. ഇപ്പൊ വിളിപ്പിച്ച കാര്യം പറ കേട്ടോ. നിങ്ങൾ 2 പേരും ഞങ്ങളുടെ കഴിഞ്ഞ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തവരായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് ഇനി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും പറയുകയാണ്, പഴയ കമ്പനി പോലെയല്ല ഈ കമ്പനി. അവനെ ഒന്ന് സംസാരിച്ച് തീർക്കാൻ അനുവദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പഴയ കമ്പനി പോലെയല്ല ഈ കമ്പനി. ഇതൊരു മീഡിയ കമ്പനിയാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ പ്രൈമറി അജണ്ട. സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ പ്രൈമറി അജണ്ട. അതുകൊണ്ട് ഇവിടെ ഒരിക്കൽ വരുന്ന കസ്റ്റമർ തിരികെ ഇവിടെ തന്നെ വരണം, വേറെ ഒന്നും പോകരുത്. അങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം. ഇത്രയും കാലം ഞങ്ങൾ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് തന്നെ ഡീൽ ചെയ്തത്. നിങ്ങൾ നന്നായി ഡീൽ ചെയ്ത് ചന്ത ഞങ്ങൾ കണ്ടു. അതിന്റെയാണ് 8ാമത്തെ കമ്പനി വന്നിരിക്കണേ. ചെയ്താൽ മതി. അല്ല, അല്പം കൂടി താല്പര്യം കാണിക്കാൻ കേട്ടോ. എല്ലാ മാസവും ശമ്പളം തന്നെയല്ലേ ഞങ്ങൾ തരുന്നത്.
ഇവിടെ ഒരു വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ശമ്പളം തരുന്നുണ്ടല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ട് രാജിവെക്കാതെ ഇപ്പോഴും ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ അങ്ങ് രാജിവെച്ച് പോയിട്ട് പിറ്റേന്ന് വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും ഗൂഗിൾ ടെസ്റ്റ് ഒന്ന് കഴിക്കാന്ന് നോക്കിയിരി. കഴിഞ്ഞ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടിനും? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ കുറച്ച് കസ്റ്റമേഴ്സിന്റെ ലീഡ്സ് തന്നിട്ടുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് കുറച്ച് ബിസിനസ് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അതെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ നോക്കാം. മീനു വാ പോവാ. പോയി പണിയെടു. ഈ പാത്രം വെച്ച ചട്ടി എടുക്ക അടയ്ക്ക്. ഒരു മിനിറ്റ്. ആ നമ്മളൊരു കാര്യം പറഞ്ഞല്ലേ, നമുക്കാണ് അവർ ശമ്പളം തരണേ. എന്ത് ചെയ്യാൻ പറ്റും? ബൈ ദ വേ, എങ്ങനെയുണ്ട് ഡെക്കറേഷൻസ്? ഒരു കട്ടിലിന്റെ കുറവ് കൂടെ ഉള്ളൂ. അതുകൊണ്ടെങ്കിൽ ഒരു മണിയറയുടെ ലുക്കൊക്കെ കിട്ടിയത്. അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ ഉപയോഗിക്കാം. ആവാം. പപ്പ ട്രസ്റ്റ് മീ പപ്പ, ഇത്തവണ ഉണ്ടാവില്ല. ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നില്ല, നോക്കിക്കോ. ഇല്ല പപ്പ, സത്യം ഞാൻ സത്യം പറയട്ടെ, പപ്പയും മമ്മയും ഞാനൊന്ന് വല്ലാതെ മിസ് ചെയ്തു. എന്തോ ശരി ശരി ശരി, ഒരു കാര്യം ചെയ്യും പപ്പ, ഞാൻ ഇച്ചിരി തിരക്കിലാണ്. ഞാൻ പപ്പയെ വിളിച്ചോളാം. ഉടനെ കളഞ്ഞിട്ട് ഓടിക്കോണം. ഇനി ഇതും കൂടെ പൊട്ടിച്ചിട്ട് പരിസരത്ത് പോകരുതെന്നാണ് പപ്പ പറയുന്നത്. അറിയാമോ? എന്നെ വിളിച്ചിരുന്നു പപ്പ, ഇത് തന്നെ പറഞ്ഞത്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മളെല്ലാം പൊട്ടിച്ചിട്ട് പിന്നെ ലക്ഷങ്ങൾ അവരെ വാക്ക് വേണ്ടി മുടക്കിയില്ലേ? രാവിലെ തന്നെ തുടങ്ങി രണ്ടെണ്ണം കൂടെ. ഇനി ഈ കമ്പനിയും പൂട്ടിക്കായിരിക്കും. ഇല്ലടാ, ഇതോടെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരും, എനിക്ക് ഉറപ്പുണ്ട്. അതെ, നിങ്ങൾ അന്വേഷിച്ച് ആരോ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. കസ്റ്റമർ ആണെന്നാ തോന്നണം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രക്ഷപ്പെടുന്നു. എടാ, ഇത് കസ്റ്റമർ ആണെങ്കിൽ ഇത് പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറണം. നീ വാ. വന്ന ഗസ്റ്റിന് റിഫ്രഷ്മെന്റ് കൊടുത്തു. കൊടുക്കണോ? അയ്യോ കൊടുക്കണ്ടേ, എന്തോ ഇത്. ഇതിനല്ലേ റിഫ്രഷ്മെന്റ്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളേ. ട്രെയിനിങ് സമയത്ത് ഇതൊക്കെ പഠിപ്പിച്ചല്ലേ മീനു. ആ 10 രൂപയുടെ 3 ഫ്രൂട്ടിയാണ് നിങ്ങൾ പറഞ്ഞ റിഫ്രഷ്മെന്റ്. അത് റിഫ്രഷ്മെന്റ് അല്ലേ? അത് ദാഹിച്ചപ്പോ ഞാനും രേഷ്മയും കൂടെ എടുത്ത് കുടിച്ചു. തുരുമ്പ് അല്ല, പൂട്ടൊക്കെ നല്ല തുരുമ്പിച്ചിരിക്കുക. സമയം എടുത്തേ പൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറയായിരുന്നു. രണ്ടാമത്തെ അവനാണ് സാധ്യത. നിങ്ങൾ 3 പേരും കൂടി ഇവിടെ സംസാരിച്ചോണ്ട് നിന്നോ? എത്ര നേരം കൊണ്ട് ഞാൻ ആ സാധനത്തിന് ഒറ്റയ്ക്ക് ഡീൽ ചെയ്തെന്ന് അറിയാമോ? ഇവരൊന്ന് വിളിച്ചാ വരണ്ടേ? അവിടെ നിന്ന് ഇവിടെ വരെ വരണല്ലേ 100 ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. കണ്ടോ കണ്ടോ, അതിപ്പോ നമ്മളെ കുറ്റമായി. അതൊക്കെ പോട്ടെ, വന്നതാണ് എങ്ങനെയുണ്ട്? Actually, he's not my type, but it's okay, no? ഹേ മിസ് വാഴക്കാല, വന്നവന്റെ ചൗന്ദര്യം എങ്ങനെ ഉണ്ടെന്നല്ല, അവന്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ട്. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ നീ എന്തോ ശ്രദ്ധിച്ചത്? പുള്ളിയെ അവിടെ നിന്ന് ബോറടിച്ച് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി. അങ്ങനെ പോകാൻ നോക്കിയപ്പോഴൊക്കെ ഞാൻ നല്ലൊരു ചിരി കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റും. ഇനി നിങ്ങളുടെ ബിസിനസ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ എന്ന് സംസാരിച്ച് ഡീലാക്കിക്കോ, അല്ലേ? ഇത്തരം നോട്ടി തിങ്സിന് എനിക്ക് സമയം കളയാനില്ല. എനിക്ക് ക്ലയന്റിനെ കാണാൻ കൊതിയായി. എനിക്ക് ആ ക്ലയന്റിനെ പിടിച്ചു കയറാൻ കൊതിയായി. വാടാ. നമുക്ക് പോവാം. കൊളാക്കുന്ന തോന്നണേ. Hello sir, welcome to TJ Media House. What can we do for you? നീയാ? നീ എന്താ ഇവിടെ? എന്ത് പിടിച്ചില്ലേ? ഹോട്ടലെടുത്ത് വെച്ച് നീ എന്താ ഇവിടെ? ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? മുതലാളിമാര്. എന്നിട്ട് നീ എന്ത് ഉദ്ദേശത്തിൽ ഇവിടെ വന്നു? എനിക്കൊരു ഉദ്ദേശമില്ല. ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് കുരുമുളക് കയറ്റിവിട്ട് എന്നെ കണക്കെടുക്കാണ്ട് വന്നത്. അപ്പോഴാണ് മുതലാളിമാർ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ പുതിയ ഓഫീസ് ഇട്ടിട്ടുണ്ടെന്നും 2 ദിവസം അവിടെ പോയി ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒന്ന് പഠിക്കാം. അവര് പറഞ്ഞപ്പോഴേ നീ കാതിൽ കവച കൊണ്ടല്ലോ വെച്ചോണ്ടിങ്ങെത്തോ ഇന്നല്ലേ? അവർ പറയുന്നത് ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. കാരണം അവരാണല്ലോ എനിക്ക് ശമ്പളം തരണത്. എക്സ്ക്യൂസ് മീ, സോറി ടു ഇന്ററപ്റ്റ്. ഇത് നമ്മുടെ കസ്റ്റമർ അല്ല. അതെ, ഇവനെ പോലെ വല്ല അലവലാദികൾ ഓഫീസിൽ വലിഞ്ഞു കയറി വരുമ്പോ ആരാ എന്താന്ന് ചോദിക്കാനുള്ള മിനിമം കോമൺ സെൻസ് നിങ്ങൾ 2 ഭവതികൾക്കും ഇല്ലേ? ഈ ഭരണവനെ കയറ്റിയിരുന്നത് കല്യാണ മണ്ഡപവും, അതിനാണ് ശമ്പളം തരണം നമ്മൾ. അതിന് മുമ്പ് എല്ലാവരല്ലോ നിങ്ങളുടെ 2 അപ്പന്മാര് പറഞ്ഞിട്ടാണല്ലേ? അത് അവ ഇപ്പോഴല്ലേ പറഞ്ഞത്. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് എങ്ങനെ അറിയായിരുന്നു? അവനിപ്പം പറഞ്ഞപ്പോൾ നമുക്ക് അറിയാലോ. എക്സ്ക്യൂസ് മീ ഗേൾസ്, ഐ ആം നാസർ ഹായ് ലാസർ. ഫ്രം കോട്ടയം. തൽക്കാലം ആ താക്കൂര് മരുന്നിട്ടിപ്പിക്കകത്ത് തന്നെ ഇരിക്കട്ടെ. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കണം. യു ഗേൾസ് കാര്യം ഞങ്ങളാ
അതിനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നപ്പോഴേ കയറി ഭരണം തുടങ്ങിയ നീ കണ്ടിട്ട് എന്ത് തോന്നണം? കണ്ടിട്ട് ഒരുപാട് തോന്നണം. ഓ. നിന്റെ കാര്യം നമ്മൾ തീരുമാനിച്ചോളാം. നീ വാടാ. കാണാ ബലൂൺ പാന്റ്. രണ്ടാകുമ്പോഴും കൂടി അപ്പന്മാരുടെ കാശ് ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവുമല്ലോ, എല്ലാം റെഡിയായി കിടക്കാം. ഗേൾസ് പോയാ? ഹായ് ഗേൾസ്. നീ ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ എന്ത് വഴി ഉണ്ടാക്കുന്നു പറഞ്ഞത്? അവൻ നമ്മളെ പപ്പമാർ ഇങ്ങോട്ട് അയച്ച ചാരനാണ് അവരുടെ. ഇവിടെ ഉള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ അവരയച്ച ചാരൻ. അത് എനിക്ക് അറിഞ്ഞൂടി. എടാ അവൻ 2 ദിവസത്തേക്ക് വന്ന് നിന്നിട്ട് പോകുന്നല്ലേ പറഞ്ഞേ. നിന്നിട്ട് പോട്ട്, കൂടുതൽ ചൊറിയാൻ നിൽക്കേണ്ട, അവസാനം നമുക്ക് പണിയും. എന്നാലും അവരെന്തിനാണ് ഇപ്പൊ അവനെ ഇങ്ങോട്ട് അയച്ചത്? നമ്മൾ ഈ സ്ഥാപനമെങ്കിലും മര്യാദയ്ക്ക് നടത്തുമെന്ന് അറിയാൻ വേണ്ടി. വേറെ സ്വന്തം മക്കളെക്കാളും വിശ്വാസമാണോ അവർക്ക് അവരുടെ കാര്യസ്ഥന്റെ മോനെ? അല്ലെ അതിന് നമ്മളും കൂടെ കാരണമാണ്. ഇന്ന് വരെ നമ്മുടെ തന്തമാർക്ക് എന്തെങ്കിലും ഒരു ലാഭം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും. കംപ്ലീറ്റ് നഷ്ടം. എന്നിട്ട് പോയി കാലം പിടിക്കുമ്പോൾ അടുത്ത ബിസിനസ്സിനുള്ള കാശ് നമുക്ക് തരൂലേ? അതെന്തുകൊണ്ട്? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. ഉണ്ട്. ഈ ബിസിനസ് പൊട്ടിച്ചിട്ടേ അവിടെ തന്നെ അവരെ കൃഷിയിൽ കൈവയ്ക്കുമെന്നുള്ള പേടി കാരണം. മനസ്സിലായ? പിന്നെ അവനെ വിട്ടത് ഇതിലെങ്കിലും നമ്മൾ പച്ച പിടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ തികഞ്ഞ്. അവൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമുക്കിട്ട് വെച്ച പാരയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. മറക്കൂല ഞാൻ. തൽക്കാലം എനിക്ക് വേണ്ടത് കുറച്ച് ആശ്വാസമാണ്. എന്നാലേ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഒരു മൈൻഡ് എനിക്ക് കിട്ടുള്ളൂ. പ്ലീസ്. ഓക്കെ? നിന്റെ മൈൻഡിൽ എന്തെങ്കിലും ബുദ്ധിപരമായ ആശയം വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുത്ത് പെരുമാറിക്കോണം. അവനറിയാല്ല, അട്ട പിടിക്കുമ്പോൾ എവിടെയെങ്കിലും കയറി പിടിച്ചാ ഇളക്കി വിടാൻ എളുപ്പമല്ല. എനിക്കറിയാടാ. നീ സമാധാനപ്പെട്ടു. എൻ്റെ മനസ്സിൽ കുറച്ച് പദ്ധതികളൊക്കെ വരുന്നുണ്ട്. എന്ത് പദ്ധതികൾ? വഴിയെ പറയടാ. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവൻ ഇവിടെ നിന്ന് ഇരുത്തം വന്നിട്ട് അവൻ ഇരുത്തിയുള്ള പണി തന്നെ കൊടുക്കാം കേട്ടാ. അത് മതി. എന്നാലേ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. നീ വാ. ഓക്കെ, കോബോസ് ടോമി.